ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മഹെ മല്ലു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് പൊന്മുടിയിലാണ്. ട്രിവാൻഡ്രത്തുള്ള പൊന്മുടിയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ പോകാം. ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. അപ്പോൾ നേരെ വീട്ടിലേക്ക് വിട്ടാലോ. പൊന്മുടിയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം, മീൻമുട്ടി വാട്ടർഫോൾസിലാണുള്ളത്. അതായത് ഇതിൻ്റെ എൻട്രൻസ് ആണ് കാര്യങ്ങൾ. അതിൻ്റെ ഇവിടെ എൻട്രൻസ് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നോക്കാം എത്രയാണെന്നുള്ളത്. ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10, വിദേശികൾക്ക് 300, ഇത് കുട്ടികൾക്ക് 225, കാറ് ജീപ്പ് കാര്യങ്ങളൊക്കെ, 4 വീലറിന് 60, 30, വലിയ ബസ്, മിനി ബസ്, ടൂറിസ്റ്റ് ട്രാവലർ, ഓട്ടോ കാര്യങ്ങൾ 15, അങ്ങനെ ഫുൾ ലിസ്റ്റഡ് ഉണ്ട് കേട്ടോ. കിട്ടു നമ്മളെ വണ്ടി ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അടിപ്പ ഇവിടെ നല്ല റൈഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് വരുന്ന നോക്കേ. അതിൽ ആ ബൈക്ക് തന്നെ 2 വേസ് ഉണ്ട്. ഒന്ന് തന്നെ അവർ പറയുന്നത് വെച്ചാൽ ഘോര വനത്തിലേക്കുള്ള കേട്ടോ. ഒന്ന് നമുക്ക് അവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ കാര്യം മറ്റേ തന്നെ. പിന്നെ ഓൾമോസ്റ്റ് ഇവിടെ ട്രൈബൽസ് ഓൾമോസ്റ്റ് ഒരു 70ഓളം കുടുംബങ്ങൾ താമസിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂടിനോന്നുള്ള അറിയില്ല. ഓൾമോസ്റ്റ് അതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ വണ്ടി വിട്ടിട്ട് നടക്കുകയാണ്. ആ വിഷ്വൽസിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. നല്ല അരുവിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയറായി കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ആരൊക്കെ ചെയ്താൽ നല്ല ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് തന്നിട്ടുണ്ട്. അഴുക്ക് കാര്യങ്ങളുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സന്ദർശകർ ഗൈഡുകളുടെ റൂൾസ് അവർ പറയുന്നത് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. കർശനമായിട്ട് പാലിച്ച് ഇവിടെ എന്താ പറയുക, പ്ലാസ്റ്റിക് കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ വന്യത, അതായത് കാട്ടിലേക്ക് ഒരിക്കലും ഒരു കാരണവശാലും പോകരുതെന്ന് പറഞ്ഞത്. അവരെ ഗൈഡ് ലൈൻസ് അനധികൃതമായിട്ട് അതുപോലെ പുഴയിലെ കാര്യങ്ങൾ ഇറങ്ങരുത്, അവരാരും ഇല്ലാതെ തന്നെ ഇറങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ഗൈഡ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ആ ഗൈഡ് ലൈൻസ് ഒരിക്കലും നമ്മളെ ഫോളോ ചെയ്യാതിരിക്കരുത്. പിള്ളേരൊക്കെ താഴത്ത് വരുന്നുണ്ട്. വാ ഒരു നമ്മളെ 2ാമത്തെ ട്രക്കിങ്. ഇന്നലെയൊക്കെ നമ്മൾ നടന്ന ശരിക്ക് ഇതൊന്നുമല്ല കേട്ടോ. ഓ ശരിക്കൊരു ഇന്നലെ വെച്ചതൊന്നും ഒന്നുമല്ല കേട്ടോ. ആ ട്രക്കിങ് ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഫുള്ളും നമ്മൾ ശരിക്കും ചേട്ടാ ചെറിയ മുളങ്കാട് കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കൊരു ആർച്ച് ഉണ്ടാക്കിയ പോലെ സ്റ്റേജിന് ശരിക്ക് റെയിലിങ്ങും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. കാരണം സ്ലിപ്പായി വീണേനെ താഴത്താണ് പൂഴി പോവുക. നല്ല കാഴ്ചയുണ്ടാവും കേട്ടോ. ഇപ്പം നമ്മളൊരു ചെറിയൊരു കുന്ന് കയറി വരികയാണ്. എന്താ സംസാരം കിട്ടുന്നില്ല, ബ്രീത്തിങ് കാര്യങ്ങളും ഒന്നും അറിയില്ല, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവുന്നുണ്ടോന്ന് അറിയില്ല. എനിവേ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും പോരാൻ വേണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളെ അച്ചു ബ്രോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയാൽ ചേരട്ടൻ്റെ വലിപ്പോ അന്യാ വലിപ്പം കേട്ടോ. ഇത്ര വലിപ്പമുള്ള അതിര് വേണം കേട്ടോ ബ്രോ. ഇതിന് വലിപ്പം ഉണ്ടോ ബ്രോ? മതി. കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ക്രിയേറ്റ് ചെയ്ത സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട്. പ്രകൃതി രമണീയ ചാർത്തിക്കൊണ്ട് നമ്മളെ ഒരു സൈഡിൽ ഫുള്ള് നല്ല പാറകളായിട്ട് അത് ആ പടർന്ന് പിടിക്കുന്ന ചെടികളും കാര്യങ്ങളും ഭയങ്കര ഭംഗിയായിട്ട് അതൊന്ന് ഹാങ് ഔട്ട് ചെയ്യേണ്ടി ജസ്റ്റ് ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ കേട്ടോ. പക്ഷേ ഹാങ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നല്ല സ്ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കിടു പാറ ഇങ്ങനെ പ്ലേറ്റുകളുണ്ട്. ജസ്റ്റ് ഒരു 3 ബെഞ്ചസ് നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഗൈഡും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പാറ്റി പാറയുണ്ടോ അതിൻ്റെ ജസ്റ്റ് സപ്പോർട്ട് ജസ്റ്റ് 2 കല്ല് കേട്ടോ. ചെറിയ 2 കല്ല്. നല്ലൊരു മഴക്കാല കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിള്ളേഴ്സൊക്കെ സെറ്റ്, നമ്മൾ പിള്ളേർ സെറ്റൊക്കെ ഫുള്ള് ഫ്രണ്ടിലേക്ക് പോയി. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ കൊറോണ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഏരിയ സ്പ്രെഡായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് വിസിറ്റേഴ്സ് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. വാ
ശരിക്കും വലിയ വലിയ പാറകളാണ് നമ്മൾ പോകുന്ന വഴി പുത്തോട്ടോ. ഇതൊക്കെ നോക്കിയേ, നമ്മളെ ഹൈറ്റിലൊക്കെ ജസ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെയർകേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുക. അപ്പോൾ എനിവേ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി പോകണം. ഇതിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ ശരിക്കും ടോപ്പ് വ്യൂ ഇതിങ്ങനെ വരും. ചുറ്റിലും വീടോ പാറകൾ നോക്കി. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പാറ കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ ഇതിൻ്റെ അത് നമ്മൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡ് പാറയാണ് നിൽക്കുന്നത് കേട്ടോ. അരുവി കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും. നമുക്ക് ശരിക്കും കാണുന്നില്ലടാ വാട്ടർഫോൾസ്, വലിയൊരു വാട്ടർഫോൾസ് ഏതാ. ശരിക്കും വെള്ളത്തിൻ്റെ കളറൊക്കെ അല്ലേ അജു? വെള്ളത്തിന് ശരി നല്ല ഹൈറ്റ് ഉണ്ടല്ലേ, നല്ല ഹൈറ്റോ വെള്ളത്തിൻ്റെ കളറും ഇതുമാണ്. കാല് ഇതാണ് മീൻമുട്ടി വെള്ളം. ഫാമിലീസ് കാര്യങ്ങളില്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.